Hello everyone, welcome back to Grammar Galaxy. In this channel, we will learn English grammar in a fun and simple way. In the last video, we learned about noun and different types of noun. Today, we are going to learn about countable noun and uncountable noun in detail with simple examples. Countable noun. Countable nouns are the things we can count. കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിന്, അതായത് 1, 2, 3 എന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗണുകളെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺ എന്ന് വിളിക്കുന്നത്. ആ കൗണ്ടബിൾ നൗണിന് സിംഗുലറും പ്ലൂറൽ ഫോംസും ഉണ്ട്. കൗണ്ടബിൾ നൗണിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. അതിനു മുമ്പായി എന്താണ് സിംഗുലർ അല്ലെങ്കിൽ എന്താണ് പ്ലൂറൽ എന്ന് പറയാം. സിംഗുലർ എന്ന് പറയുന്നത് ആ വേർഡിൽ തന്നെ ഉണ്ട്, അതായത് ഒരെണ്ണത്തിന് നമ്മൾ പറയുന്നതിനാണ് സിംഗുലർ എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതലുള്ളതിനെ നമ്മൾ പ്ലൂറൽ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1 ആപ്പിൾ അതായത് സിംഗുലറാണ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. സോ അതൊരു കൗണ്ടബിൾ നൗൺ ആണ്. 2 apples അതായത് ഒന്നിൽ കൂടുതൽ ആപ്പിൾസിനെ നമ്മൾ പ്ലൂറൽ ഫോമിൽ പറയുന്നു. 2 ആപ്പിൾസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ലേ? 1, 2, 3 എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യാൻ പറ്റും. ദെൻ ആ ബുക്ക് 3 ബുക്സും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ടീച്ചർ മെനി ടീച്ചേഴ്സ് അതും നമുക്ക് എന്താ കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. We use a or an before singular countable nouns. ഒരു സിംഗുലർ കൗണ്ടബിൾ നൗൺ ആണെന്നുണ്ടെങ്കിൽ ആ നൗണിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ എ അല്ലെങ്കിൽ ആൻ എന്ന വേർഡ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഡോഗ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ കൗണ്ടബിൾ നൗൺ ആണ്. ദെൻ ആൻ ഓറഞ്ച് എന്ന് പറയുന്നതും ഒരു സിംഗുലർ കൗണ്ടബിൾ നൗൺ ആണ്. ഇനി പ്ലൂറൽ നൗൺ ആണെങ്കിൽ നമ്മൾ എന്ത് വേർഡായിരിക്കും യൂസ് ചെയ്യാം? പ്ലൂറൽ വേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മെനി അല്ലെങ്കിൽ ഫ്യൂ. ഫോർ എക്സാമ്പിൾ മെനി സ്റ്റുഡൻസ്, ഫ്യൂ പെൻസിൽസ്. കൗണ്ടബിൾ നൗണിൻ്റെ എക്സാമ്പിൾസ് ആണ് ഐ ബോട്ട് 3 apples ഫ്രം ദി മാർക്കറ്റ്. ഇവിടെ 3 apples എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതായത് അതൊരു പ്ലൂറൽ കൗണ്ടബിൾ നൗൺ ആണ്. Then there are many students in the classroom. Many students എന്നാണ് വന്നിരിക്കുന്നത്, അതും എന്താണ് പ്ലൂറൽ നൗൺ ആണ്. She has a cat and 2 dogs at home. ഇതിൽ ഈ ഒരു സെൻറ്റൻസിൽ സിംഗുലർ കൗണ്ടബിൾ നൗണായ ആ ക്യാറ്റും വന്നിട്ടുണ്ട്, പ്ലൂറൽ നൗണായ 2 dogsഉം വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ആൻ അൺകൗണ്ടബിൾ നൗൺ? കൗണ്ടബിൾ നൗൺ എന്താണെന്ന് നമ്മൾ പഠിച്ചു. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗണുകളെ നമ്മൾ കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നു. അപ്പോൾ എന്തായിരിക്കും അൺകൗണ്ടബിൾ നൗൺ? ജസ്റ്റ് ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. അൺകൗണ്ടബിൾ നൗൺസ് ആർ ദ തിങ്സ് വി കനോട്ട് കൗണ്ട് ഇൻഡിവിജ്വലി. അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. അതായത് 1, 2, 3 വെച്ച് നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റില്ല അൺകൗണ്ടബിൾ നൗണിന്. അതുപോലെ തന്നെ അൺകൗണ്ടബിൾ നൗണിന് പ്ലൂറൽ ഫോമും ഇല്ല. എക്സാമ്പിൾ മിൽക്ക്, വാട്ടർ, ഷുഗർ, മണി. മിൽക്ക്, വാട്ടർ എന്നൊക്കെ പറയുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല, ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും മിൽക്സ്, മണീസ്, വാട്ടേഴ്സ് എന്ന് നമ്മൾ പറയാറില്ല. മിൽക്ക്, വാട്ടർ. സോ അതുകൊണ്ടാണ് അൺകൗണ്ടബിൾ നൗണിന് പ്ലൂറൽ ഫോം ഇല്ല എന്ന് പറയുന്നത്. ഇനി അൺകൗണ്ടബിൾ നൗൺസിന് മുന്നേ ആയി നമ്മൾ കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ സം, മച്ച്, a little, a lot of. ഫോർ എക്സാമ്പിൾ സം വാട്ടർ, a little rice. അതുപോലെ തന്നെ അൺകൗണ്ടബിൾ നൗൺസിൽ നമ്മൾ നമ്പേഴ്സോ എ എന്നോ യൂസ് ചെയ്യാറില്ല. അതായത് ആ വാട്ടർ നമ്മൾ ഒരിക്കലും ആ വാട്ടർ എന്ന് പറയാറില്ല, സം വാട്ടർ എന്നേ പറയാറുള്ളൂ, അല്ലെങ്കിൽ ഫ്യൂ വാട്ടർ എന്നൊക്കെ പറയാറുള്ളൂ. ദെൻ 2 rices എന്ന് നമ്മൾ പറയാറില്ല. സൺറൈസസ് ഓർ a little rice അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റാത്തതിനാണ് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന് പ്ലൂറൽ ഫോംസ്
അൺകൗണ്ടബിൾ നൗണിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഫോർ എക്സാമ്പിൾ, പ്ലീസ് ഗിവ് മീ സം വാട്ടർ. ഷീ ഗേവ് മീ എ ഗുഡ് അഡ്വൈസ്. ഐ ഡോണ്ട് ഹാവ് മച്ച് മണി ടുഡേ. ആദ്യത്തെ സെൻറ്റൻസിൽ വാട്ടർ ആണ്. വാട്ടർ എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. ദെൻ അഡ്വൈസ്. അഡ്വൈസ് എന്ന് പറയുന്നതും ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. നമുക്ക് അഡ്വൈസ് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ദെൻ മണി. ഐ ഡോണ്ട് ഹാവ് മച്ച് മണി ടുഡേ. അടുത്തതായി ചെറിയൊരു ആക്ടിവിറ്റി ആയാലോ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദി കറക്റ്റ് വേർഡ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആക്ടിവിറ്റി. അതിന് തൊട്ട് താഴെയായി കുറച്ച് വേർഡ്സും കൊടുത്തിട്ടുണ്ട്. അതായത് മെനി, ഫ്യൂ, സം. ഇതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഓൾറെഡി അത് പഠിച്ചു കഴിഞ്ഞു. താഴെ 4 ക്വസ്റ്റ്യൻസും ഉണ്ട്. There are dash apples in the basket. Could you lend me dash money? She wants to buy dash new dress. We don't have dash sugar left. അപ്പോൾ ഇത് നോക്കിയിട്ട് കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗണും ഏതാണോ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്ത് അത് കമൻ്റായി രേഖപ്പെടുത്തുക. Okay, so don't forget that. Comment the answers in the comment section. So my dear friends, if you like this video, please like, comment, share and subscribe to Grammar Galaxy for more fun and simple lessons. Thank you all. Let's learn together. Keep learning, keep shining.